കാർ റെൻ്റൽ ഏജൻസി ഓപ്പറേഷൻസ് നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ്. ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ടൂർ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കാണ് കാർ റെൻ്റൽ ഏജൻസി ഓപ്പറേഷൻസ്. നമുക്കറിയാം, പലപ്പോഴും നമ്മളെല്ലാവരും വാഹനങ്ങൾ വാങ്ങുന്നത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് യാത്ര ചെയ്യാനാണ്. അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് വാഹനങ്ങൾ വാങ്ങുന്നത്. ഇനി സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനങ്ങളില്ലാത്ത സാഹചര്യമുണ്ട്. എന്നാൽ നമുക്ക് അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം നമ്മുടെ കയ്യിലുള്ളതാണ് നല്ലത് എന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, നമുക്ക് എപ്പോഴാണോ വാഹനങ്ങൾ ആവശ്യമുള്ളത് ആ ഒരു വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി ഹയർ ചെയ്യും അല്ലെങ്കിൽ റെൻറ്റിനെടുക്കും. എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ വണ്ടി തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവർ ആ ഏജൻസി പറയുന്ന ഒരു എമൗണ്ട് പേ ചെയ്യുന്നു. സോ ഇതാണ് കാർ റെൻ്റൽ ഏജൻസി ഓപ്പറേഷൻസിൽ നടക്കുന്നത്. Car rental, hire car or car hire agency is a company that rents automobiles for a short period of time, generally ranging from a few hours to a few weeks. It is often organized with numerous local branches and primarily located in airports or busy city areas and often complemented by a website allowing online reservations. കാർ റെൻ്റൽ, കാർ ഹയറിങ് എന്നൊക്കെ പറയാറുണ്ട്. അത് ചെയ്യുന്ന ഏജൻസീസ്, അവരെ നമ്മൾ കാർ ഹയർ ഏജൻസി അല്ലെങ്കിൽ കാർ റെൻ്റൽ ഏജൻസി എന്ന് പറയും. അത്തരത്തിലുള്ള കമ്പനികളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ നമുക്ക് കാറ് റെൻറ്റിന് തരുന്നു, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ഓട്ടോമൊബൈൽസ് റെൻറ്റിന് തരുന്നു. എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്ന ഒരു നിശ്ചിത എമൗണ്ട് പേ ചെയ്യുന്നു. ഓക്കെ, കാർ റെൻ്റൽ ഏജൻസീസ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് ഏറ്റവും അധികം ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം കാർ റെൻ്റൽ ഏജൻസീസ് ഉള്ളത്. അതായത് റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ, അതുപോലെ മെയിൻ സിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയസിലാണ് പ്രധാനമായിട്ടും കാർ റെൻ്റൽ ഏജൻസീസ് ഇപ്പോൾ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ ഉള്ളത്. ഓക്കെ, നമുക്കറിയാം, പലപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ, ഇത്തരത്തിലുള്ള ഗതാഗത മാർഗങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, എന്നാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനം ഉള്ളതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം യൂസ് ചെയ്യുന്നത് ഈ കാർ റെൻറ്റിന് എടുക്കുക എന്നുള്ള ഓപ്ഷനായിരിക്കും. A car rental agencies primarily serve people who require a temporary vehicle. For example, those who do not own their own car, travelers who are out of town, or owners of damaged or destroyed vehicles awaiting repair or insurance compensation. Car rental agencies may also serve the self-moving industry needs by renting vans or trucks, and in certain markets other types of vehicles such as motorcycles or scooters may also be offered. കാർ റെൻ്റൽ ഏജൻസീസ് എങ്ങനെയാണ് സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെയാണ് സർവ് ചെയ്യുന്നത്? പീപ്പിൾ ഹു റിക്വയർ ടെമ്പററി വെഹിക്കിൾ, താൽക്കാലികമായിട്ട് വണ്ടികൾ ആവശ്യമുള്ള ട്രാവലേഴ്സിന്, അവർക്കാണ് കാർ റെൻ്റൽ ഏജൻസീസ് അവരുടെ വാഹനങ്ങൾ
ചിലപ്പം കാറുകളായിരിക്കാം, വേറെ കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻസിനനുസരിച്ച് വണ്ടികൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മൾ പേ ചെയ്യാൻ തയ്യാറാവുന്ന എമൗണ്ടിനനുസരിച്ചിട്ട് ഏറ്റവും അധികം സൗകര്യങ്ങളുള്ള എല്ലാ തരത്തിലുള്ള വണ്ടികളും അവൈലബിൾ ആവും എന്നുള്ളതാണ് കാർ റെൻ്റൽ ഏജൻസീസിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇൻ്റർനാഷണലി ഈ കാർ റെൻ്റൽ ഏജൻസീസ് അത്രയധികം പോപ്പുലറാണ്, ഫ്ലറിഷ് ചെയ്തൊരു ബിസിനസ്സാണ്. പക്ഷേ ഇന്ത്യയിൽ അത്രത്തോളം പോപ്പുലർ അല്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ പോപ്പുലർ ആയി വരുന്നതേ ഉള്ളൂ. അതിൽ തന്നെ മെജോറിറ്റി വർക്ക് ചെയ്യുന്നത് അസംഘടിത മേഖലയിലാണ്. ഓക്കെ. ഇനി ഫേമസ് ആയിട്ടുള്ള കുറച്ച് റെൻ്റ് കാർ കമ്പനീസാണ്. ഹെർട്സ് റെൻ്റ് കാർ, യൂറോ കാർ, ബഡ്ജറ്റ് റെൻ്റ് കാർ, ത്രിഫ്റ്റി റെൻ്റ് കാർ, അലോമ റെൻ്റ് കാർ, ആവിസ്. കാർ റെൻ്റൽ ഏജൻസി ഓപ്പറേഷൻസ് ഇതെങ്ങനെയാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. എയർപോർട്ടിൽ വരുന്നു, കാർ റെൻ്റിനെടുക്കുന്നു, നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു, സിറ്റീസിൽ പോകുന്നു. എന്നിട്ട് ഈ ഏജൻസിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഏജൻസീസ്, ചിലപ്പോൾ ഇവരുടെ തന്നെ ഫ്രാഞ്ചൈസീസോ അങ്ങനെ വല്ലതും, അങ്ങനെ എല്ലാവരും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഈ കാറ് കൈമാറുന്നു, അതുപോലെ അവർക്ക് പറഞ്ഞ എമൗണ്ട് പേ ചെയ്യുന്നു, അവിടുന്ന് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളാരും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി ഇന്ത്യയിൽ കാർ റെൻ്റൽ ഏജൻസീസ് ഈ ഒരു മേഖല റെഗുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എസ്പെഷ്യലി നമുക്ക് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഉണ്ട് 1988. ഇവരാണ് ഇതിലെല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 പ്രകാരമാണ് റെൻ്റ് എ ക്യാബ് സ്കീം നിലവിൽ വന്നത് 1989. ഓക്കെ. ഇത് ജൂലൈയിലാണ് പ്രാബല്യത്തിൽ വന്നത്, 1989. പിന്നെ ഇവർക്ക് റെൻ്റ് കാർ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. അതാണ് ഈ ഒരു മോട്ടോർ വെഹിക്കിൾസ് ആക്റ്റിൽ വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ തരം ആൾക്കാർക്കാണ് റെൻ്റ് കാർ ഏജൻസീസ് നടത്താനായിട്ടുള്ള പെർമിഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡ് ഓർ റിന്യൂവൽ ഓഫ് ലൈസൻസ്. ഈ ആക്റ്റിൽ പാരഗ്രാഫ് 6 നമുക്ക് ഈ ആക്റ്റ് ഒന്നും പഠിക്കാനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. ഇന്ത്യയിൽ റെൻ്റ് കാർ ക്യാബ് അല്ലെങ്കിൽ റെൻ്റ് കാർ സംവിധാനം റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഇത്തരം സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇവർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ വേണം ലൈസൻസ് കിട്ടാനായിട്ട്. മെയിൻ ഓഫീസ്, ബ്രാഞ്ച് ഓഫീസ്, അതായത് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ലൈസൻസിങ് അതോറിറ്റി, ലൈസൻസിങ് അതോറിറ്റിയുടെ പരിധിക്ക് ഉള്ളിൽ ആയിരിക്കണം ഇവരുടെ ബ്രാഞ്ച് ഓഫീസ്, അതുപോലെ മെയിൻ ഓഫീസ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അപ്ലിക്കേഷൻ സ്ക്രൂട്ടിനിയുടെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ, അതായത് ഇത് പരിശോധിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് അപ്ലിക്കൻ്റ് ഹാസ് എ ഗുഡ് മോറൽ ക്യാരക്ടർ ആൻഡ് ഹാസ് ഇൻറ്റിമേറ്റ് നോളജ് ഓഫ് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബിസിനസ്. ഈ അപ്ലിക്കൻ്റ് വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം. അതുപോലെ പാസഞ്ചർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റി, പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബിസിനസ്സിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണയുള്ള ആളായിരിക്കണം. പിന്നെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും
അവൈലബിൾ ആക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണം. പിന്നെ റിസപ്ഷൻ റൂം, അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, ക്ലോക്ക് റൂം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. പിന്നെ വണ്ടികളെല്ലാം പ്രോപ്പർ കണ്ടീഷനിലായിരിക്കണം, അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹയേഴ്സ് ഓഫ് മോട്ടോർ ക്യാബ്സ്, അതായത് ഇത് ഹയർ ചെയ്യുന്ന ആൾക്കാർ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഇത് കാർ റെൻറ്റിന് എടുക്കുന്ന ആൾക്കാർ, അവർക്ക് ഒന്നാമത് എന്തായാലും അവർക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ മൂവ്മെൻറ്റ്സ് ടൈം ടു ടൈം ഇൻഫോം ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ്, അതായത് നമുക്ക് റെൻ്റ് കാറും അതുപോലെ ടാക്സിയും അതർ പ്രൈവറ്റ് വെഹിക്കിളും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് അവരുടെ നമ്പർ പ്ലേറ്റിൽ തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇൻ ഓർഡർ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈവറ്റ് കാർ, ടാക്സി, റെൻ്റ് ക്യാബ്, ഫോളോയിങ് ഇസ് ദ ഡിസ്റ്റിങ്ഷൻ. പ്രൈവറ്റ് കാർ ആണെങ്കിൽ ലൈസൻസ് പ്ലേറ്റ്, രജിസ്ട്രേഷൻ നമ്പർ, ബേസ് ഓഫ് ദ പ്ലേറ്റ് ഈസ് വൈറ്റ് ആൻഡ് ലെറ്റേഴ്സ് റിട്ടൺ വിത്ത് ബ്ലാക്ക്. നമ്പർ പ്ലേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും, അതിൻ്റെ മുകളിൽ ലെറ്റേഴ്സ് ബ്ലാക്ക് ആയിരിക്കും. ടൂറിസ്റ്റ് ടാക്സീസ് ആണെങ്കിൽ ബേസ്, അതായത് നമ്പർ പ്ലേറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് യെല്ലോ ആയിരിക്കും, ലെറ്റേഴ്സ് ബ്ലാക്ക് ആയിരിക്കും. റെൻ്റ് ക്യാബ് ആണെങ്കിൽ ബേസ് ഓഫ് ലൈസൻസ് പ്ലേറ്റ് ഈസ് ബ്ലാക്ക്, അതായത് നമ്പർ പ്ലേറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കും, ലെറ്റർ റിട്ടേൺ വിത്ത് യെല്ലോ, അതിൻ്റെ മുകളിൽ യെല്ലോ ലെറ്റേഴ്സ് ആയിരിക്കും എഴുതുന്നുണ്ടായിരിക്കുക. പിന്നെ മാർക്കറ്റിംഗ്, എങ്ങനെയാണ് ഈ റെൻ്റ് ക്യാബ് സർവീസസ് മാർക്കറ്റിംഗ് നടത്തുന്നത്? മെയിനായിട്ട് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് അറ്റ് എയർപോർട്ട്സ്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻസ്, അതുപോലെ മെയിൻ സിറ്റീസ്, ഇതൊക്കെയാണ്. ഇവിടെയൊക്കെ മെയിനായിട്ട് ഈ റെൻ്റ് ക്യാബ് ഏജൻസീസിന് ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരിക്കും. ത്രൂ ഔട്ട്ലെറ്റ്സ്, ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റ്സ് വഴിയാണ് അവർ മെയിനായിട്ട് മാർക്കറ്റിംഗ് നടത്തുന്നത്. അവർക്ക് ഏറ്റവും അധികം ബിസിനസ് നടത്തുന്നതും ഇത്തരത്തിലുള്ള ഏരിയാസിലായിരിക്കും. പിന്നെ ഹോട്ടൽസാണ്, മാർക്കറ്റിംഗ് അലയൻസ് ത്രൂ ഹോട്ടൽസ്, അതായത് ചിലപ്പം ഏതെങ്കിലും ഒരു മെയിൻ ഹോട്ടലുമായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ടായിരിക്കാം. അപ്പം ഹോട്ടലിൽ വരുന്ന കുറച്ച് സമയം താമസിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ കാർ റെൻറ്റിന് കൊടുക്കുന്ന സർവീസ് അവർക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റും, ഏതെങ്കിലും രീതിയിലുള്ള ടൈപ്പ്. പിന്നെ ത്രൂ വെബ്സൈറ്റ്സ് എല്ലാ റെൻ്റ് കാർ ഏജൻസീസിനും അപ്പം ഏറ്റവും അധികം ആവശ്യക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് അവരുടെ വെബ്സൈറ്റുകൾ വഴിയാണ്. പിന്നെ മെയിനായിട്ട് ട്രാവൽ ഏജൻസും അതുപോലെ ടൂർ ഓപ്പറേറ്റേഴ്സ്, ഇവരുമായിട്ടും മെയിനായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ടായിരിക്കും. ഇത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. സോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് റെൻ്റ് കാർ ബിസിനസ്സും എന്താണ് റെൻ്റ് കാർ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. So that's it for today. Thank you.